എല്ലാവരും ഇട്ട് അതിൻ്റെ ഒരു ഭാഗം തറക്കല്ലിട്ട്, കുറേ ഭാഗം ഉണ്ടല്ലോ, അത് കുറച്ച് അവിടെ നിർത്തി വെച്ചിട്ടുണ്ട്. ഇനി തറക്കല്ലിട്ടുണ്ടാകുമ്പോൾ നാളെ അല്ല തറക്കല്ലിട്ട് എന്ന് ചോദിക്കണ്ട. നാളെ ഇട്ടത് വേറെയാണ്, ഇനി ഇടാൻ പോകുന്നത് വേറെയാണ്, ഇനിയും കുറേ ഇടാനുണ്ട്. മനസ്സിലായോ? ഇതിനെല്ലാം കൂടി ആ 125 ഏക്കറിലേക്ക് കടക്കുന്നത് ബിസ്മി ചൊല്ലി കടന്ന് അവിടെ കുറ്റിയടിക്കുന്നത് താജുൽ അൽമയായിരുന്നു. 313 സയ്യിദന്മാരെ ക്ഷണിച്ചു വരുത്തി. സയ്യിദന്മാർ മാത്രം 313 ആളുകളെ ക്ഷണിച്ച് കുറ്റിയടിക്കാൻ തീരുമാനിച്ചു. 1000-ഓളം സയ്യിദന്മാർ വന്നു, ധാരാളം മറ്റ് പ്രവർത്തകരും വന്നു, കുറ്റിയടിച്ചു. അതിനുശേഷം ഇപ്പോൾ തറക്കല്ലിടൽ കഴിഞ്ഞു. പിറ്റേന്ന് ഒരാൾ അതൊക്കെ തട്ടിപ്പാണ്. അപ്പൊ അത് നമ്മൾ കേൾക്കണ്ട. നമുക്കിവിടെ ഖുർആൻ പ്രചരിപ്പിക്കണം, ദീന് പ്രചരിപ്പിക്കണം, വിദ്യാഭ്യാസം ഉണ്ടാക്കണം. മത ഭൗതിക സാങ്കേതിക വിദ്യ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസം നമുക്ക് വേണം. അതിന് നമ്മുടെ സമുദായത്തിന് പഠിക്കാനുള്ള സ്ഥലങ്ങൾ വേണം, സൗകര്യങ്ങൾ വേണം. അതെല്ലാവർക്കും ചെയ്യാൻ കഴിയില്ല. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, മർക്കസ് തഖാഫത്ത് സുന്നിയയുടെ പേരിലാണ് ഈ പരിപാടി ഇവിടെ നടത്താൻ നമുക്ക് ജായിസത്തുൽ ഖുർആൻ അനുമതി നൽകിയിട്ടുള്ളത്. മർക്കസ് തഖാഫത്ത് സുന്നിയക്ക് ഒരു ഓഫീസ് പ്രവർത്തിക്കാൻ ഇവിടെ ദായിറത്തുൽ ഔഖാഫ് അനുമതി തന്നിട്ടുണ്ട്. അവിടെ മദ്രസ നടക്കുന്നുണ്ട്, അവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ തൗഫീഖ്. ഇന്ന് അത് കുറച്ചുകൂടി വികസിപ്പിക്കണം എന്ന ഉദ്ദേശത്തിലാണ് ഇവിടുത്തെ ഭരണാധികാരിയുടെ ഇമാമായി നിസ്കരിക്കുന്ന ഇമാമിനെ നമ്മൾ കൊണ്ടുവന്നത്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് നമ്മളെപ്പോഴും നല്ലവരായി ജീവിക്കുക. ഖുർആൻ ഇവിടെ നിലനിൽക്കണം, ഖുർആനിന്റെ അർത്ഥവും നിലനിൽക്കണം, തത്വങ്ങളും നിലനിൽക്കണം. അല്ലേ? ഖുർആനിന്റെ തത്വങ്ങൾ എന്താ? ഷാഫിഈൽ മദ്ഹബ് വല്ല മാലിക്കിയോ? ഷാഫിഈൽ മദ്ഹബ്. ഖുർആന്റെ തത്വം അതാണ്. ഇവിടെ UAE-യിലുള്ള ഔദ്യോഗിക ഫത്വ മാലിക്കി മദ്ഹബ് അനുസരിച്ച്. സിറിയയിലുള്ളവരാണ് അവർ, അവിടെ ഷാഫിഈ മദ്ഹബ്. മറ്റേ തുർക്കി, അവിടെ ഹനഫി മദ്ഹബ്. ഇന്ത്യ രാജ്യത്ത് കേരളത്തിലും കേരളത്തിന്റെ പുറത്ത് ഒരു 25% ഷാഫി മദ്ഹബ്, ബാക്കിയുള്ളത് ഹനഫി മദ്ഹബ്. അങ്ങനെ ലോകത്തൊട്ടാകെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഈ 4 മദ്ഹബിന്റെ ഇമാമുകളാണ് ഇവിടെ. അവർ രേഖപ്പെടുത്തി വെച്ച മസലകളാണ് ആലിമീങ്ങൾ ഫത്വ കൊടുക്കുന്നത്. നമ്മളിവിടെ തർക്കം സംസാരിക്കുകയല്ല. അല്ലാത്തവരെ വഴിക്ക് പോയിക്കോട്ടെ, അതിന് നമ്മൾക്കൊന്നും ഇല്ല. എന്നാൽ അങ്ങനെ പരിശുദ്ധ ഖുർആനിന്റെ തത്വം ആ വലിയ മഹത്തുക്കളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചതനുസരിച്ച് അൽഹംദുലില്ലാഹ് ഇന്നും ലോകത്ത് നിലനിൽക്കുകയാണ്. അത് നിലനിൽക്കുക തന്നെ ചെയ്യും. അതിനെയും നമുക്കിവിടെ നിലനിർത്തണം. അതിനാണ് നമ്മുടെ സ്ഥാപനങ്ങൾ നമ്മളവിടെ സ്ഥാപിച്ചു കൊണ്ട് നടത്തി വരുന്നത്. അതുപോലെ നമ്മുടെ സമുദായം വളരെ പിന്നോക്കമായി വെറും ഹോട്ടലിൽ, റെസ്റ്റോറന്റുകളിൽ മേശ നടക്കുന്നവരായി മാറിപ്പോകരുത്. ഉന്നതമായ ഉദ്യോഗം വഹിക്കുന്നവരാവണം, വലിയ സ്ഥാനമുള്ളവരാവണം. അതിനാണ് പ്രൊഫഷണൽ വിദ്യാഭ്യാസം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നമ്മൾ നൽകുന്നത്. അതിനാണ് ഇപ്പോൾ നോളേജ് സിറ്റി ഞങ്ങൾ പ്രത്യേകമായി രൂപം കൊടുത്തിട്ടുള്ളത് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. അതുകൊണ്ട് നാം എല്ലാവരും അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനും ആ ഖുർആനിന്റെ അക്ഷരവും ഖുർആനിന്റെ ഓത്തും അതിന്റെ തജ്വീദും അതിന്റെ ഹിഫ്ളും അതിന്റെ മഅനയും തത്വങ്ങളും ലോകത്ത് നിലനിർത്തിക്കൊണ്ട് നല്ലവരായി ജീവിക്കാൻ ശ്രമിക്കുക. ടെററിസം, ഭീകരത, തീവ്രത അത് ഒരിക്കലും വിജയമല്ല, അനുവദനീയമല്ല. ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. മറിച്ച് സമാധാനത്തിലൂടെ, ഐക്യത്തിലൂടെ നമ്മുടെ ആശയങ്ങളും നമ്മുടെ മാർഗങ്ങളും ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത്, നേരത്തെ അറബി പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ എല്ലാവരെയും നല്ല വഴിക്ക് കൊണ്ടുവരാൻ
ശ്രമിക്കുക, അതിനുവേണ്ടി അധ്വാനിക്കുക. അതാണ് നമ്മുടെ പ്രവർത്തനം വേണ്ടത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് ഒരുപാട് സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുഅ്മിനീങ്ങളായ നിങ്ങളുടെ ദുആ കൊണ്ട്, നിങ്ങളെപ്പോലെയുള്ള ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങൾ ദുആ ചെയ്തതുകൊണ്ട് അൽഹംദുലില്ലാഹ് നമുക്ക് വിജയങ്ങൾ കൈവരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ നിർത്തുന്നു. ഇവിടെ മർക്കസ് സഖാഫത്തുൽ നിയൽ ഞങ്ങൾ